നമസ്കാരം. വീണാസ് ലേണിംഗ് വേൾഡിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് 10ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ മക്കൾക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സബ്സേ ബഡാ ഷോമാൻ എന്ന് പറയുന്ന ഗീത് ചതുർവേദി എഴുതിയ ഒരു ജീവനിയാണ്. എന്താണ് ജീവനി എന്ന് പറഞ്ഞാല്? ജീവചരിത്രമാണ് അല്ലെ. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തെ കുറിച്ച് മറ്റൊരാൾ എഴുതുന്നതിനെയാണ് ജീവനി എന്ന് പറയുന്നത്. ഇത് ആരെക്കുറിച്ചുള്ള ജീവനിയാണെന്ന് ചോദിച്ചാൽ ലോകത്തിന്റെ തന്നെ ഏറ്റവും വലിയ ഹാസ്യ സാമ്രാട്ടായ ചാർലി സ്പെൻസർ ചാപ്ലിനെ കുറിച്ചുള്ള ഒരു ജീവനിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ചാർലി ചാപ്ലിനെ കുറിച്ച് കേൾക്കാത്തതായിട്ട് ആരും ഉണ്ടാകത്തില്ല അല്ലെ. ചാർലി ചാപ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ മനസ്സില് കോമഡിയുടെ മാന്ത്രികനാണ് അല്ലെ. എല്ലാവരെയും ഒരു ആക്ഷനിലൂടെ ഒരു ശബ്ദം പോലും പുറപ്പെടുവിക്കാണ്ട് ചിരിപ്പിച്ച അതിമാനുഷികനായ മനുഷ്യനാണ് ചാർലി ചാപ്ലിൻ. എന്നാൽ അദ്ദേഹം എങ്ങനെയാണ് ആദ്യമായി ഈ ഒരു കലാരംഗത്തേക്ക് കടന്നു വന്നത്? എന്ത് കാരണം കൊണ്ടാണ് അദ്ദേഹം ഈ മേഖലയിലേക്ക് കടന്നു വന്നത്? പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഞാൻ അതിനകത്ത് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ചാർലി ചാപ്ലിൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തെ നമ്മൾ അറിയുന്ന വളരെ വലിയൊരു കൊമേഡിയൻ ആയിട്ടാണ് അല്ലെ. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം വളരെ സ്ട്രഗിൾ നിറഞ്ഞതായിരുന്നു, വളരെ കഷ്ടപ്പാടും ദുഃഖവും നിറഞ്ഞതായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹം തന്റെ സങ്കടങ്ങൾ പുറത്ത് കാണിച്ചിട്ടില്ല. നമ്മുടെ പാഠഭാഗത്തിൽ തന്നെ ഒരു വാക്ക് പറയുന്നുണ്ട്, എനിക്ക് മഴയിലൂടെ നടക്കുന്നതാണ് ഇഷ്ടം, കാരണം എൻ്റെ കണ്ണുനീര് മറ്റുള്ളവർ കാണുകയില്ലല്ലോ എന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹത്തിന്റെ എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും ഉള്ളിലടക്കി മറ്റുള്ളവർക്ക് എപ്പോഴും സന്തോഷം മാത്രം നൽകുന്ന ഒരു വ്യക്തി ആയിരുന്നു. ചാർലി ചാപ്ലിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന്റെ അമ്മയെ കുറിച്ച് നമ്മൾ ഈ പാഠഭാഗത്തിൽ പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് മാനസിക രോഗമായി ആശുപത്രിയിലായിരുന്ന സമയത്ത് ആരുമില്ല അമ്മയെ സംരക്ഷിക്കാൻ. ചെറിയ കുട്ടിയായ ചാർലി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് ഓർമ്മ വന്ന ഏതോ ഒരു നിമിഷത്തില് അമ്മ മകനോട് പറയാണ്, മകനെ, എനിക്ക് വയറ് നിറച്ച് ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനിങ്ങനെ ആകില്ലായിരുന്നു എന്ന് ചാർലിയുടെ അമ്മ ചാർലിയോട് പറയുന്നുണ്ട്. അതിനെന്താണ് അർത്ഥം? ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാണ്ട് അത്രയും ദയനീയമായ അവസ്ഥയിലൂടെ കടന്നുപോയ ആളാണ് ചാർലി ചാപ്ലിൻ അല്ലെ. ഇനി അതുപോലെ ഇദ്ദേഹം നമ്മുടെ ഹിറ്റ്ലർ അല്ലെ, ഏറ്റവും വലിയ ഗ്രേറ്റ് ഡിറ്റക്ടർ എന്നൊക്കെ പറയുന്ന ഹിറ്റ്ലർ, അദ്ദേഹത്തെ കുറിച്ചിട്ട് ഒരു സിനിമ ചെയ്യുന്നുണ്ട്, ദ ഗ്രേറ്റ് ഡിറ്റക്ടർ എന്ന് പറഞ്ഞിട്ട്. അത് എന്ത് ചെയ്യുന്നു? ഹിറ്റ്ലറിന് വളരെയധികം ദേഷ്യം ഉണ്ടാക്കുകയും ചാർലി ചാപ്ലിനെ കൊല്ലുവാനായിട്ട് ആളുകൾ ഇങ്ങനെ അയക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചാർലി ചാപ്ലിൻ ഹിറ്റ്ലറിൽ നിന്ന് രക്ഷപ്പെട്ട് പല രാജ്യങ്ങളിലും പലായനം ചെയ്യുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പൂർണ്ണമായിട്ട് ഒരു ദുരന്ത കഥയാണ്, ഒരു ട്രാജഡിയാണ് ചാർലി ചാപ്ലിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും സന്തോഷം അനുഭവിച്ചിട്ടില്ലാത്ത വ്യക്തിയാണ് ചാർലി ചാപ്ലിൻ. പക്ഷെ അദ്ദേഹത്തെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യും? വളരെ മനോഹരമായൊരു പുഞ്ചിരിയാണ് ഉണ്ടാവുക അല്ലെ. അപ്പോ എല്ലാവരെയും ചിരിപ്പിച്ച, എല്ലാവർക്കും സന്തോഷം മാത്രം കൊടുത്ത് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയ ഒരു മഹാനായ കലാകാരനാണ് ചാർലി ചാപ്ലിൻ. അദ്ദേഹം എങ്ങനെയാണ് ആദ്യമായിട്ട് കലാരംഗത്തേക്ക് കടന്നു വന്നത് എന്നുള്ള ഒരു ചെറിയൊരു ഭാഗമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അതിനു മുമ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ചാർലി ചാപ്ലിന്റെ അമ്മ ഹെന്ന ഹിൽ എന്നാണ് അവരുടെ പേര്. അവരക്കാലത്ത് അറിയപ്പെടുന്ന ഒരു ഗായികയായിരുന്നു. ഓക്കെ, അപ്പൊ ചാർലി ചാപ്ലിൻ ഈ സ്റ്റേജ് ഷോയിലൊക്കെ പോകുമ്പോൾ, പാട്ടിന്റെ ഷോകളൊക്കെ കാണുമല്ലോ, അതിലേക്ക് പോകുമ്പോൾ അവര് ചാർലി ചാപ്ലിനെ കൂടെ കൊണ്ടുപോരുന്നു. അന്ന് ചാർലിക്ക് വെറും 5 വയസ്സാണ് പ്രായം. അപ്പൊ ഇവൻ അമ്മയോടൊപ്പം അമ്മയുടെ പരിപാടികളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. അങ്ങനെയുള്ളൊരു പരിപാടിക്കിടയിൽ നടന്ന സംഭവമാണ് നമ്മുടെ ഈ പാഠഭാഗത്തില് വിശദീകരിക്കുന്നത്. അപ്പൊ അതാണ് സന്ദർഭം. അമ്മ ഹെന്നാഹിൽ ഒരു സ്റ്റേജിനെ അഭിമുഖീകരിച്ച് പാടിക്കൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് അമ്മയ്ക്ക് ഒരു അസുഖം വരുന്നു. അതിനെ തുടർന്നുണ്ടാകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. നോക്കിയേ, സബ്സേ ബഡാ ഷോമാൻ. സബ്സേ ബഡാ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ. ഷോമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഷോ ഫുള്ള് ക്യാരി ചെയ്യുന്ന വ്യക്തി അല്ലെ. ഒരു ഷോ ഫുള്ള് കണ്ടക്ട് ചെയ്യുന്ന, നമ്മൾ 1 മാൻ ഷോ എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ ആ ഷോ ഫുൾ ഒരൊറ്റ വ്യക്തിയാണ് ക്യാരി ചെയ്യുന്നത്. അപ്പോൾ ഒരു ഷോയുടെ ആകർഷക ഘടകമാണ് ഷോമാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വലിയ കൂട്ടം, ഒരു ലക്ഷക്കണക്കിനോളം വരുന്ന ജനക്കൂട്ടത്തെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന വ്യക്തിയായിരുന്നു ചാർലി ചാപ്ലിൻ. അതുകൊണ്ടാണ് ഏറ്റവും വലിയ ഷോമാൻ എന്ന് അദ്ദേഹത്തെ
വിശേഷിപ്പിക്കുന്നത്. ഇത് നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. गाते गाते अचानक माम की आवाज फटकर फुसफुसाहट में तब्दील हो गई. लोगों को लगा कि माइक में कुछ खराबी आ गई है, पर फुसफुसाहट जारी थी. लोग चिल्लाने लगे. कहीं से कुछ लोग म्याऊ म्याऊ की आवाज निकालने लगे. इस अभद्र शोर ने मां को स्टेज से हटने को मजबूर कर दिया. എന്താണ് പറയുന്നത് നോക്കൂ. ഞാൻ പറഞ്ഞു അമ്മ ഒരു സ്റ്റേജ് ഷോയിൽ പാടിക്കൊണ്ട് നിൽക്കുന്നതാണ് സന്ദർഭം അല്ലെ. ഗാത്തേ ഗാത്തേ പാടി പാടി, അചാനക് പെട്ടെന്ന്, മാക്കി ആവാസ് അമ്മയുടെ ആവാസ് ശബ്ദം, ഫട്കർ ഫട്ടിന ഇടറുക ഇടറിയിട്ട്, ഫുസ്ഫുസാഹട്ട് മേ ഫുസ്ഫുസാഹട്ട് എന്ന് പറഞ്ഞാല് പതിഞ്ഞ ശബ്ദം നേർത്ത ശബ്ദമായി, തബ്ദീൽ ഹോ ഗയി മാറി, തബ്ദീൽ ഹോന മാറുക ചേഞ്ച് ആവുക എന്നൊക്കെയാണ് കേട്ടോ. പാടിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് അമ്മയുടെ ശബ്ദം എന്ത് ചെയ്തു? ഇടറിയിട്ട് പതിഞ്ഞ ശബ്ദത്തിലേക്ക് മാറി. തബ്ദീൽ ഹോന മാറുക, ടു ചേഞ്ച് എന്നാണ് അർത്ഥം. ഓക്കെ. ലോഗോക്കോ ലഗ ആളുകൾക്ക് തോന്നി, കി എന്തെന്നാൽ, മൈക്കുമേ കുച്ച് ഖരാബി ആ ഗയി ഹെ, മൈക്കിൽ മൈക്കുമേ മൈക്കിൽ കുച്ച് എന്തോ, ഖരാബി ഖരാബി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തോ കുഴപ്പം, ആ ഗയി ഹെ വന്നതാണെന്ന്. അമ്മയുടെ ശബ്ദം ഇങ്ങനെ ഇടറി പതിഞ്ഞതായി മാറിയപ്പോൾ ആളുകൾക്ക് തോന്നി മൈക്കിന് എന്തോ പ്രശ്നം വന്നതാണെന്ന്. പക്ഷേ ഫുസ്ഫുസാഹട്ട് ജാരി ഥി, ഫുസ്ഫുസാഹട്ട് ഈ പതിഞ്ഞ ശബ്ദമാകുന്നത് ജാരി ഥി തുടർന്നുകൊണ്ടേയിരുന്നു. ജാരി കർണ ജാരി ഹോന എന്നൊക്കെ പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യുക, തുടരുക എന്നർത്ഥം. അപ്പൊ ആളുകൾക്ക് ആദ്യം തോന്നി എന്താണ്? മൈക്കിന് എന്തോ കുഴപ്പമാണെന്ന്. പക്ഷെ പിന്നീട് മനസ്സിലായി എന്താ, ഈ ശബ്ദം ഇങ്ങനെ പതിഞ്ഞത് കണ്ടിന്യൂ ചെയ്തപ്പോൾ മനസ്സിലായി ഗായികയ്ക്കാണ് കുഴപ്പമെന്ന് മനസ്സിലായി. ലോഗ് ചില്ലാനേ ലഗേ, ലോഗ് ആളുകൾ, ചില്ലാനേ ലഗേ അലറി വിളിക്കുവാൻ തുടങ്ങി. കഹീംസെ എവിടെ നിന്നോ, കുച്ച് ലോഗ് കുറച്ചാളുകൾ, മ്യാവ് മ്യാവ് കി ആവാസ് മ്യാവ് മ്യാവ് എന്ന ശബ്ദം, നിക്കാൽനേ ലഗേ പുറപ്പെടുവിക്കുവാൻ തുടങ്ങി. പാടിക്കൊണ്ടിരുന്ന ഗായികയ്ക്ക് ശബ്ദം നഷ്ടപ്പെടുകയാണല്ലേ. അപ്പൊ ആളുകൾ അലറി വിളിക്കുവാൻ തുടങ്ങി. അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ മ്യാവ് മ്യാവ് എന്ന് ശബ്ദം പുറപ്പെടുവിക്കുവാനും തുടങ്ങി. ഇസ് അഭദ്ര ഷോർനെ, ഇസ് ഈ അഭദ്ര, അഭദ്ര എന്ന് പറഞ്ഞാൽ സുഖകരമല്ലാത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യിക്കുന്ന, സുഖകരമല്ലാത്തത്, അൺകംഫർട്ടബിൾ ആയിട്ടുള്ള. ഷോർനെ, ഷോർ എന്ന് പറഞ്ഞാൽ എന്താ? ബഹളം. ഈ അഭദ്ര ഷോറിനെ ഈ അസുഖകരമായ ബഹളം, മാക്കോ അമ്മയെ, സ്റ്റേജ് സെ സ്റ്റേജിൽ നിന്ന്, ഹട്ടിനേക്കോ ഹട്ടിന മാറി നിൽക്കുക, ഹട്ട്നേക്കോ മാറി നിൽക്കുവാൻ, മജ്ബൂർ കർദിയ പ്രേരിപ്പിച്ചു. അമ്മയെ ഈ വലിയ ബഹളകരമായ ഒരു അന്തരീക്ഷം സ്റ്റേജിൽ നിന്ന് മാറി നിൽക്കുവാൻ മജ്ബൂർ കർദിയ പ്രേരിപ്പിച്ചു. അപ്പൊ ഈ പാരഗ്രാഫിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ചാർലിയുടെ അമ്മ പാടിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് അമ്മയുടെ ശബ്ദം എന്ത് ചെയ്തു? ഇടറിയിട്ട് പതിഞ്ഞ ശബ്ദമായി മാറി. ആളുകൾക്ക് ആദ്യം തോന്നി മൈക്കിന് എന്തോ പ്രശ്നമാണ് ഉണ്ടായതെന്ന്. പക്ഷെ എന്നിട്ട് എന്ത് ചെയ്തു? ആ പതിഞ്ഞ ശബ്ദം അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ആളുകൾ അലറി വിളിക്കുവാൻ തുടങ്ങി. ചിലയിടത്തു നിന്നൊക്കെ ആൾക്കാർ മ്യാവ് മ്യാവ് എന്ന ശബ്ദം പുറപ്പെടുവിക്കുവാൻ തുടങ്ങി. ഇങ്ങനെ ഒരു സുഖകരമല്ലാത്ത ഈ ബഹളം, ഈ ഒരു ശബ്ദമയമായ അന്തരീക്ഷം അമ്മയെ സ്റ്റേജിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ പ്രേരിപ്പിച്ചു. അതായത് അമ്മയ്ക്ക് സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടതായി വന്നു. അടുത്ത പാരഗ്രാഫ് നോക്കിയേ. चार्ली को वह अक्सर अपने साथ थिएटर ले जाती थी. उस दिन भी पर्दे के पीछे खड़ा वह आवाज के तमाशे को देख रहा था. माँ और मैनेजर में बहस होते देख वह वहां गया. मैनेजर ने चार्ली को माँ के कुछ दोस्तों के सामने अभिनय करते देखा था और वह उसे स्टेज पर भेजने की जिद करने लगा. माँ डर गई. 5 साल का बच्चा इस उग्र फेड को झेल पाएगा? നോക്കി എന്താ പറയുന്നേന്ന്? ചാർലിയെ, വഹ് അവർ, അക്സർ മിക്കവാറും, അപ്പനെ സാത്ത് തന്നോടൊപ്പം, തിയേറ്റർ ലേ ജാത്തി തി തിയേറ്ററിൽ കൊണ്ടുപോകുമായിരുന്നു. ചാർലിയെ അമ്മ മിക്കവാറും തന്നോടൊപ്പം തിയേറ്ററിൽ കൊണ്ടുപോകുമായിരുന്നു. ഉസ് ദിൻ ഭി ആ ദിവസവും, പർദേ പീछे, പർദ എന്ന് പറഞ്ഞാൽ കർട്ടൻ, തിരശീല എന്നാണ്. പർദേ പീछे കർട്ടന് പുറകിലായി, ഖട നിന്നുകൊണ്ട്, വഹ് അവൻ, ആവാസ് കെ തമാശേ കോ ദേഖ് രഹാ താ, ആവാസ് എന്ന് പറഞ്ഞാൽ ശബ്ദം,
ആവാസ് കെ തമാശ എന്ന് പറഞ്ഞാൽ ശബ്ദ വിസ്മയം എന്നാണ്. ഓക്കെ, അന്നും ആ ദിവസവും അവൻ കത്തന്റെ പുറകിൽ നിന്നുകൊണ്ട് ആ ശബ്ദ വിസ്മയത്തെ ദേഖ് രഹാ താ കാണുകയായിരുന്നു. അമ്മ പാടുന്ന സമയത്ത് കത്തിന് പുറകിൽ ആരുണ്ട്? ചാർലി ഉണ്ട്. അവൻ എന്ത് ചെയ്യാണ്? അമ്മ പാടുന്നതും എന്താണ് ബാൻഡിന്റെ മ്യൂസിക്കും എല്ലാം ആസ്വദിച്ച് ആ ശബ്ദ വിസ്മയവും കണ്ട് അവൻ അവിടെ നിൽക്കുകയാണ്. നോക്കിയേ, മാ ഓർ മാനേജർ മേ ബഹസ് ഹോത്തെ ദേഖ് വഹ് വഹാം ഗയാ. മാ ഓർ മാനേജർ മേ, അമ്മയ്ക്കും മാനേജർക്കും തമ്മിൽ ബഹസ്, ബഹസ് എന്ന് പറഞ്ഞാൽ തർക്കം, തർക്കം ഹോത്തെ ദേഖ് നടക്കുന്നത് കണ്ട് വഹ് വഹാം ഗയ, അവൻ അവിടെ ചെന്നു. കട്ടന്റെ പുറകിൽ നിൽക്കുകയായിരുന്ന ചാർലി അമ്മയും മാനേജറും തമ്മിൽ എന്തൊക്കെയോ പറഞ്ഞ് തർക്കിക്കുന്നത് കണ്ട് അവിടേക്ക് ചെന്നു. അവർ തമ്മിൽ എന്താണ് പറയുന്നത് നോക്കിയേ. മാനേജറിനെ, മാനേജർ ചാർലിക്കോ, ചാർലിയെ, മാക്കെ അമ്മയുടെ, കുച്ച് ദോസ്തോ കെ സാമനെ കുറച്ച് സുഹൃത്തുക്കൾക്ക് മുന്നിൽ അഭിനയ കർത്തേ ദേഖാ താ, അഭിനയിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ഓർ അതുകൊണ്ട് വഹ് ഉസേ, അദ്ദേഹം അവനെ സ്റ്റേജ് പർ ഭേജിനേക്ക്, സ്റ്റേജിലേക്ക് ഭേജിന അയക്കുക, ഭേജിനേക്ക് അയക്കുവാനുള്ള സിദ് കർണേ ലഗ, നിർബന്ധം പിടിക്കുവാൻ തുടങ്ങി. അപ്പോ എന്തിനാണ് മാനേജരും അമ്മയും തമ്മിൽ തർക്കം നടക്കുന്നത്? മാനേജര് ഈ ചാർലി എന്നും അമ്മ തിയേറ്ററിലേക്ക് കൊണ്ടുവരുമല്ലോ. അപ്പൊ അമ്മയുടെ കുറച്ച് സുഹൃത്തുക്കളുടെ മുന്നിൽ ചാർലി അഭിനയിക്കുന്നത് മാനേജർ കണ്ടിട്ടുണ്ട്. അപ്പൊ മാനേജർ പറയുകയാണ്, അമ്മയ്ക്ക് വയ്യ എങ്കിൽ ചാർലിയെ സ്റ്റേജിലേക്ക് പറഞ്ഞയക്കണം എന്ന് മാനേജർ നിർബന്ധം പിടിക്കുന്നുണ്ട്. ഓക്കെ, കാരണം ചാർലി വളരെ നല്ലവണ്ണം എല്ലാവരെയും അനുകരിക്കും, പാട്ടുപാടും, നൃത്തം ചെയ്യും. ഇതെല്ലാം ഓൾറെഡി മാനേജർ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അയാൾ അമ്മയോട് പറയുന്നു, അവർക്ക് സൗണ്ട് വയ്യ, അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുവാണ്, അപ്പൊ അമ്മ മാറിക്കഴിഞ്ഞാൽ പകരം ചാർലിയെ സ്റ്റേജിലേക്ക് വിടണം എന്ന് മാനേജർ പറയുന്നു. അതിന്റെ പേരിലാണ് അവിടെ തർക്കം നടക്കുന്നത്. മാ ഡർഗൈ, അമ്മ പേടിച്ചുപോയി. 5 സാൽ കാ ബച്ച, 5 വയസ്സുള്ള കുട്ടി, അവൻ 5 വയസ്സേ ഉള്ളൂ എന്ന്. ഈ സമയത്ത് ചാർലിയുടെ പ്രായം 5 വയസ്സാണ് കേട്ടോ. 5 സാൽ കാ ബച്ച, 5 വയസ്സുള്ള കുട്ടി, ഇസ് ഉഗ്ര ഭീഡ് കോ, ഈ ഇസ് എന്ന് പറഞ്ഞാൽ ഈ, ഉഗ്ര ഭീഡ് എന്ന് പറഞ്ഞാൽ വൻ ജനക്കൂട്ടം എന്നാണ്, വലിയ ജനാവലി, ഭയങ്കര വലിയൊരു ക്രൗഡ്. ഛേൽപ്പായേക, അത് താങ്ങുമോ, അതിനെ അതിജീവിക്കുമോ? ഛേൽപ്പാന, അതിജീവിക്കുക. 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചുകുട്ടി ഇത്രയും വലിയൊരു ക്രൗഡിന്റെ മുൻപില് അതിജീവിക്കുമോ എന്നമ്മ ഭയക്കുന്നു. അപ്പൊ എന്താണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞത്? ചാർലി അമ്മ മിക്കവാറും തന്നോടൊപ്പം തിയേറ്ററിൽ കൊണ്ടുപോകുമായിരുന്നു. ആ ദിവസവും തിരശീലയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് അവൻ ആ ശബ്ദവിസ്മയം കാണുകയായിരുന്നു. അമ്മയും മാനേജറും തമ്മിൽ എന്തോ തർക്കം നടക്കുന്നത് കണ്ട് ചാർലി അവിടേക്ക് ചെന്നു. മാനേജർ ചാർലിയെ അമ്മയുടെ കുറച്ച് സുഹൃത്തുക്കൾക്ക് മുന്നിൽ അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അയാൾ ചാർലിയെ സ്റ്റേജിലേക്ക് അയക്കണമെന്ന് നിർബന്ധം പിടിക്കുകയാണ്. അമ്മ പേടിച്ചുപോയി. അമ്മ ചിന്തിക്കുന്നു, 5 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചുകുഞ്ഞ് ഈ വലിയ ജനക്കൂട്ടത്തെ അതിജീവിക്കുമോ എന്നമ്മ ഭയക്കുന്നു. അടുത്ത പാരഗ്രാഫ് നോക്കാം. ബഹുത് മുബാഹിസ കെ ബാദ് വഹ് അന്തതഃ चार्ली को स्टेज पर ले गया और बचाव के कुछ शब्द कह उसे अकेला छोड़ आया. धुएं के उड़ते हुए छल्लों के बीच चार्ली ने मशहूर गीत जैक जोन्स गाना शुरू किया. कुछ देर तक ऑर्केस्ट्रा वाले उसकी आवाज में उस गाने की धुन तलाशते रहे और वह जैसे ही मिली गाना सजने लगा. എന്താ സംഭവിച്ചത്? ബഹുത്, വളരെയധികം, മുബാഹിസ, മുബാഹിസ എന്ന് പറഞ്ഞാൽ വാക്കുതർക്കം, വളരെയധികം വാക്കുതർക്കങ്ങൾക്ക് ശേഷം, കെ ബാദ് ശേഷം, വഹ് അമ്മ, അമ്മയെ കുറിച്ചാണ് പറയുന്നത്, അന്തത അവസാനം, ചാർലിക്കോ ചാർലിയെ സ്റ്റേജ് പർ ലേ ഗയ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. വളരെയധികം വാക്കുതർക്കങ്ങൾക്ക് ശേഷം അമ്മ അവസാനം ചാർലിയെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. മുബാഹിസ വാക്കുതർക്കം, അന്തത അവസാനം. ഓർ ബച്ചാവ് കെ, ബച്ചാവ് എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷപ്പെടലിനായി. കുച്ച് ശബ്ദ കഹ്, കുറച്ച് വാക്കുകൾ പറഞ്ഞിട്ട്, ഉസെ അവനെ, അഖേല ചോടായ ഒറ്റയ്ക്ക് സ്റ്റേജിൽ വിട്ടിട്ട് വന്നു.
അപ്പോ മാനേജറുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരുപാട് വാക്കുതർക്കങ്ങൾക്ക് ശേഷം അമ്മ ചാർലിയെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. എനിക്ക് സുഖമില്ല, പകരം എന്റെ മകൻ ചാർലി നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടും എന്നൊക്കെ 2-3 വാക്കുകളൊക്കെ പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു, കുഞ്ഞു ചാർലിയെ സ്റ്റേജിൽ ഒറ്റയ്ക്ക് ഇട്ടേച്ച് പോയി. നോക്കിയേ, ധുവേക്കെ ഉടുത്തേ ഹുയെ, ധുവ എന്ന് പറഞ്ഞാല് പുക, ധുവേക്കെ പുകയുടെ, ഉടുത്തേ ഹുയെ ഉയരുന്ന, ഉടുത്തേ ഹുയെ ഉയരുന്ന, ഛല്ലോക്കെ ബി, ഛല്ല എന്ന് പറഞ്ഞാൽ ചുരുള്, പുകച്ചുരുളുകൾ എന്നാണ്. നമ്മൾ ഈ ഗാനവേളയിലൊക്കെ കാണുമ്പോഴത്തേക്ക് ഫോഗടിച്ച് കയറ്റുമല്ലോ പുക പുക, അതുപോലെ ഉയരുന്ന പുകച്ചുരുളുകൾക്കിടയിൽ നിന്നുകൊണ്ട്, കെ ബീച്ച് അതിനിടയിൽ നിന്നുകൊണ്ട് ചാർലിനെ, കുഞ്ഞു ചാർലി, മഷൂർ ഗീത്ത്, മഷൂർ എന്ന് പറഞ്ഞാൽ ഫേമസ് പ്രശസ്തമായ, ഗീത്ത് പാട്ട്, ഏതാണ് ആ പാട്ട്, ജാക്ക് ജോൺസ്. ജാക്ക് ജോൺസ് എന്ന് പറയുന്ന പ്രശസ്തമായ പാട്ട് ഗാന ശുരൂക്കിയ, പാടുവാൻ തുടങ്ങി. അപ്പോ ഉയരുന്ന പുകച്ചുരുളുകൾക്കിടയിൽ നിന്നുകൊണ്ട് ചാർലി വളരെ പ്രശസ്തമായ ജാക്ക് ജോൺസ് എന്ന് പറയുന്ന പാട്ട് ആരംഭിക്കുവാൻ തുടങ്ങി. കുച്ച് ദേർ തക്, കുറച്ച് സമയത്തേക്ക്, ഓർക്കസ്ട്ര വാലെ, ഓർക്കസ്ട്രയിലെ ആളുകൾ, ഉസ്കി ആവാസ് മേ, അവന്റെ ശബ്ദത്തിൽ, ഉസ് ഗാനേക്ക്, ആ പാട്ടിന്റെ, ധുൻ, ധുൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈണം, താളം, തലാഷ്തേ രഹേ, തിരഞ്ഞു. കുറച്ചു സമയം ഓർക്കസ്ട്രക്കാർക്ക് അവൻ പാടുന്ന പാട്ടുമായിട്ട് ഓർക്കസ്ട്ര സിങ്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അവന്റെ പാട്ടിന്റെ ഈണം അവര് തിരഞ്ഞു. ഓർ വഹ് ജയ്സേ ഹി മിലി, അതെപ്പോഴാണോ കിട്ടിയത്, ഗാന സജനെ ലഗ, പാട്ട് അതിമനോഹരമാവാൻ തുടങ്ങി. അപ്പോ ചാർലി ഏത് പാട്ടാണ് പാടുന്നതെന്ന് ഓർക്കസ്ട്രക്കാർക്ക് ഒരു പിടുത്തവും കിട്ടിയില്ല. അവരെന്ത് ചെയ്തു, കുറച്ചു സമയം ചാർലി പാടുന്നത് ശ്രദ്ധിച്ച് ഏത് പാട്ടാണ്, ഏത് ട്യൂണാണെന്നൊക്കെ തിരഞ്ഞു. എന്നിട്ട് എപ്പോഴാണോ ആ ഈണം അവർക്ക് കിട്ടിയത്, പാട്ട് അതിമനോഹരമാവാൻ തുടങ്ങി. അപ്പൊ ചാർലി നല്ലവണ്ണം പാടുന്ന ഒരു വ്യക്തിയാണ്. ചാർലി നല്ലവണ്ണം പാടും, ഓർക്കസ്ട്രക്കാർക്ക് കുറച്ച് സമയമെടുത്തു അവന്റെ ആ ഒരു ശ്രുതിയോടുകൂടി ചേർന്ന് വരാം. അങ്ങനെ എപ്പോഴാണോ അവരുടെ ശ്രുതി തമ്മിൽ ലയിച്ചത്, പാട്ട് അതിമനോഹരമാവാൻ തുടങ്ങി. ഈ പാരഗ്രാഫിൽ എന്താണ് പറഞ്ഞത്, വളരെയധികം വാക്ക് തർക്കങ്ങൾക്കൊടുവിൽ അമ്മ ചാർലിയെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകാനായി സമ്മതിച്ചു. സ്റ്റേജിൽ കൊണ്ടുപോയി കുറച്ച് രക്ഷപ്പെടാൻ വേണ്ടി കുറച്ച് വാക്കുകൾ പറഞ്ഞതിന് ശേഷം അവര് കുഞ്ഞു ചാർലിയെ സ്റ്റേജിൽ ഒറ്റയ്ക്ക് വിട്ടിട്ട് വന്നു. ഉയരുന്ന പുകച്ചുരുളുകൾക്കിടയിൽ നിന്നുകൊണ്ട് ചാർലി പ്രശസ്തമായ ജാക്ക് ജോൺസ് എന്ന ഗാനം ആലപിക്കുവാൻ തുടങ്ങി. ആദ്യ കുറച്ചു സമയത്തേക്ക് ഓർക്കസ്ട്രക്കാർക്ക് അതിന്റെ ഈണം കണ്ടെത്താൻ കഴിഞ്ഞില്ല. എപ്പോഴാണോ ആ ഈണം ലഭിച്ചത്, പാട്ട് അതിമനോഹരമാകുവാൻ തുടങ്ങി. അടുത്ത പാരഗ്രാഫ് നോക്കിയേ, गाना भी आधा ही हुआ था कि स्टेज पर पैसों की बौछार शुरू हो गई। चार्ली ने गाना रोक दिया और घोषणा की कि पहले मैं पैसे बटोरूंगा और उसके बाद ही गाऊंगा। इस बात ने हॉल को खसी घर में तब्दील कर दिया। നോക്കി, ഇനിയാണ് വളരെ രസകരമായ സംഭവങ്ങൾ നടക്കുന്നത് കേട്ടോ. ഗാന അഭി ആധാ ഹി ഹുവാ ഥാ, ഗാന പാട്ട്, അഭി ഇപ്പോൾ, ആധാ ഹി ഹുവാ ഥാ പകുതിയേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ, കി അപ്പോഴേക്കും, സ്റ്റേജ് പർ സ്റ്റേജിൽ, പൈസോ കി ബോച്ചാർ ശുരു ഹോ ഗയി പൈസയുടെ പെരുമഴ തന്നെ പെയ്യാൻ തുടങ്ങി. പൈസോ കി ബോച്ചാർ എന്ന് പറഞ്ഞാൽ എന്താ, പൈസയുടെ പെരുമഴ. എല്ലാരും എന്ത് ചെയ്തു, സ്റ്റേജിലേക്ക് കാശ് വാരി വാരി എറിയുവാൻ തുടങ്ങി. ചാർലിനെ ഗാന രോക് ദിയ, ചാർലി പാട്ട് നിർത്തി. ഗാന രോക് ദിയ പാട്ട് നിർത്തി. ഓർ ഘോഷണാക്കി എന്നിട്ട് പ്രഖ്യാപിച്ചു, അനൗൺസ് ചെയ്തു, കി എന്തെന്നാൽ, പെഹലെ ആദ്യം, മേയെ പൈസെ ഞാൻ ഈ കാശ്, ബട്ടോരുങ്ക ബട്ടോർന എന്തുവാണ്, വാരിക്കൂട്ടുക, വാരിയെടുക്കുക എന്നാണ്. ഓക്കെ, അപ്പോ ചാർലി പാടി പാട്ട് പകുതി ആയതേ ഉള്ളൂ. അപ്പോഴേക്കും സ്റ്റേജിൽ കാശിന്റെ വലിയൊരു ആധിക്യം ഉണ്ടായി. കാശിങ്ങനെ നിറയെ വീഴാൻ തുടങ്ങി. ആ സമയത്ത് എന്ത് ചെയ്തു, ചാർലി പാട്ട് നിർത്തി. എന്നിട്ട് അനൗൺസ് ചെയ്തു, ആദ്യം ഞാൻ ഈ കാശൊക്കെ ഒന്ന് വാരി എടുക്കട്ടെ, ഓർ ഉസ്കേ ബാദ് ഹി ഗാവുങ്ക, എന്നിട്ട് അതിന് ശേഷം പാടാമെന്ന് പറഞ്ഞു. അല്ലെ, അപ്പൊ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളാണ് ചാർലിയും ചാർലിയുടെ അമ്മയും. അപ്പൊ ചാർലിക്ക് കാശ് കണ്ടപ്പോൾ അവന് തോന്നി, ആ കാശാണല്ലോ കിട്ടിയത്, ഇനി അത് വാരി എടുത്തിട്ട് ഞാൻ ബാക്കി പാടാമെന്ന് ഒരു ചെറിയ കുട്ടിയുടെ നിഷ്കളങ്കമായ മനസ്സോടുകൂടി ചാർലി പറയുകയാണ്. ഇസ് ബാത് നെ, ഇക്കാര്യം,
हॉल को ആ ഹോളിനെ ഹസി ഘർ में തബ്ദീൽ कर दिया. അതെന്ത് ചെയ്തു? ഈ ഒരു കാര്യം അവൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? അത് ആ ഹാളിൽ ആകമാനം ചിരി പടർത്തി. ഹസി ഘർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചിരി അരങ്ങാക്കി മാറ്റി. അപ്പോ 5 വയസ്സുള്ള കൊച്ചു കുഞ്ഞാണ്. അവൻ ഇങ്ങനെ പറഞ്ഞപ്പോ ഇക്കാര്യം ആ വലിയ ഹാളിലിരിക്കുന്ന ആൾക്കാരിൽ മുഴുവൻ ചിരി പടർത്തി. തബ്ദീൽ കർണ മാറ്റുക, ചേഞ്ച് ചെയ്യുക എന്നാണ് അല്ലെ. അപ്പൊ ആ ഹാളിന് എന്താക്കി മാറ്റി? ഒരു ചിരി അരങ്ങാക്കി അവന്റെ ഈ നിഷ്കളങ്കമായ വർത്തമാനം മാറ്റി. നോക്കിയേ, തബ് തക് മാനേജർ एक रूमाल लेकर आया और पैसे बटोरने लगा. चार्ली को लगा कि मैनेजर खुद पैसे रख लेना चाहता है. उसने यह बात शिकायती लहजे में दर्शकों से कह दी. हंसी तब और बढ़ गई जब रूमाल की पोटली में पैसे बांध बैक स्टेज की ओर जाते मैनेजर के पीछे चार्ली व्याकुलता से लग गया. जब तक मैनेजर ने वह पोटली माम के हवाले नहीं की वह नहीं लौटा. നോക്കിയേ, അപ്പോ ചാർലി പറഞ്ഞു ഇനി ഞാൻ ബാക്കി കാശ് വാരി എടുത്തതിന് ശേഷം പാടാമെന്ന് പറഞ്ഞല്ലേ. അതോടുകൂടി ആ ഹാള് മൊത്തം ചിരി മുഴങ്ങി. തബ് തക് അപ്പോഴേക്കും മാനേജർ, നമ്മുടെ മാനേജർ ഏക്ക് റൂമാൽ ലേക്കറായ, റൂമാൽ എന്ന് പറഞ്ഞാല് തൂവാല, കർച്ചീഫ്. അപ്പോഴേക്കും നമ്മുടെ മാനേജർ കർച്ചീഫ്, ഒരു തൂവാലയുമായിട്ട് വന്നു. ഓർ പൈസയെ ബട്ടോറിനെ ലഗി, എന്നിട്ട് ആ പൈസ ബട്ടോറിനെ ശേഖരിക്കുവാൻ തുടങ്ങി. ബട്ടോറിന വാരിക്കൂട്ടുക, ശേഖരിക്കുക, കളക്ട് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. അപ്പോഴേക്കും ഒരു തൂവാലയുമായിട്ട് വന്ന് മാനേജർ എന്ത് ചെയ്തു? ആ കാശ് വാരി എടുക്കുവാൻ തുടങ്ങി. എന്താണ് അത്? വാരി എടുത്തില്ലെങ്കിൽ ചാർലി പാട്ട് പാടത്തില്ല. കാരണം ഇത് വാരിയിട്ടേ പാടുള്ളൂ എന്ന് അനൗൺസ് ചെയ്തിരിക്കുകയല്ലേ. അതുകൊണ്ടാണ് മാനേജർ ഓടി വന്ന ആ കാശ് എടുത്തത്. ഓക്കെ, പക്ഷെ എന്താണ് ചാർലിക്ക് തോന്നിയെന്ന് നോക്കിയേ. ചാർലിക്കോ ലഗാക്കി, ചാർലിക്ക് തോന്നി മാനേജർ ഖുദ് സ്വയം പൈസയെ രഖ് ലേനാ ചാത്താ ഹെ, അവന്റെ കാശ് എടുക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന്. അപ്പോ അയാള് വന്ന് കാശ് വാരിയപ്പോൾ ചാർലിക്ക് തോന്നി, അയ്യോ എനിക്ക് കിട്ടിയ കാശ് ഈ മാനേജർ എടുത്തുകൊണ്ട് പോവുകയാണല്ലോ എന്നവന് തോന്നി. ഉസ്നെ യഹ്ബാർ, അവൻ ഇക്കാര്യം ഷിക്കായത്തി ലഹജേമേ, ഷിക്കായത്ത് എന്ന് പറഞ്ഞാല് പരിഭവം. ഓക്കെ, പരിഭവത്തിന്റെ രീതിയില്, ലഹജ എന്ന് പറഞ്ഞാൽ അന്താസ് എന്നാണ്, ഒരു രീതി, ആ ടോണില്. ഷിക്കായത്തി ലഹജ എന്ന് പറഞ്ഞാൽ പരിഭവത്തിന്റെ രൂപത്തിൽ ദർശകോസെ കഹതി, ദർശകർ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ, ഓഡിയൻസിനോട് പറഞ്ഞു. അപ്പൊ അവൻ പറയാണ്, അയ്യോ ദേ ഇയാൾ എന്റെ കാശെടുത്തോണ്ട് പോകുന്നു എന്ന് ഒരു പരാതിയുടെ രൂപത്തിൽ അവൻ പ്രേക്ഷകരോടായിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ സംഭവിച്ചത്? ചാർലിയുടെ പാട്ട് പകുതി ആയപ്പോഴേക്കും സ്റ്റേജിൽ പൈസ മഴ പെയ്യാൻ തുടങ്ങി. ചാർലി പാട്ട് പകുതിക്ക് വെച്ച് നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഇനി ഞാൻ കാശ് വാരി എടുത്തതിന് ശേഷം മാത്രമേ പാടുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട മാനേജർ ഒരു തൂവാലയുമായി വരുന്നു, കാശ് വാരി എടുക്കുന്നു. പക്ഷെ ചാർലിക്ക് തോന്നി മാനേജർ അവന്റെ കാശ് സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണെന്ന്. അവൻ എന്ത് ചെയ്തു? പരാതിയുടെ ഒരു രൂപത്തിൽ അത് പ്രേക്ഷകരോട് പറയുകയും ചെയ്തു. ഇനി എന്ത് സംഭവിച്ചു നോക്കിയേ. ഹസി തബ് ഓർ ബഡ് ഗയി, ഹസി ചിരി, തബ് അപ്പോൾ, ഓർ ബഡ് ഗയി വീണ്ടും വർദ്ധിച്ചു. എപ്പോൾ? ജബ് എപ്പോഴാണോ, രൂമാൽ കി തൂവാലയുടെ, പോട്ടലീസ്മേ, പോട്ടലി എന്ന് പറഞ്ഞാല് പൊതി, പാഴ്സൽ, ഫണ്ടക്കെട്ടെന്നൊക്കെയാണ് കേട്ടോ. ഒരു കിഴി പോലെ ഈ തൂവാലയിൽ കാശ് പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ കാശിന്റെ ആ ഒരു കിഴിയുമായിട്ട് മാനേജർ ബാക്ക് സ്റ്റേജിലേക്ക് പോവാണ്. നോക്കിയേ, രൂമാൽ കി പോട്ടലി മേ പൈസ ബാന്ദ്, തൂവാലയുടെ ബാണ്ടക്കെട്ടിൽ, തൂവാലയുടെ പൊതിയിൽ പൈസയും ബാന്ദ് കെട്ടിവെച്ച് മാനേജർ ബാക്ക് സ്റ്റേജിലേക്ക് പോവാണ് കേട്ടോ. നോക്കിയേ, ബാക്ക് സ്റ്റേജ് ഓർ ജാത്തെ മാനേജർ കെ പീछे, ബാക്ക് സ്റ്റേജിന്റെ പുറകിലേക്ക് പോകുന്ന മാനേജറുടെ പുറകിൽ ചാർലി, നമ്മുടെ ചാർലി വ്യാകുലദാസെ ലഗ്ഗയ, വ്യാകുലദാസ എന്ന് പറഞ്ഞാൽ എന്താണ്? ആകുലതയോടുകൂടി ലഗ്ഗയ വെച്ചുപിടിച്ചു. നോക്കിയേ, എപ്പോഴാണ് ചിരി അമിതമായത്? ഈ തൂവാലയിൽ കാശും പൊതിഞ്ഞെടുത്ത് അത് കെട്ടി ബാക്ക് സ്റ്റേജിലേക്ക് മാനേജർ പോയി. ആ പോകുന്ന മാനേജറുടെ പുറകിൽ ആരും പോയി? ചാർലിയും പോയി. ആ സമയത്ത് ചിരി ഏറ്റവും കൂടുതൽ ഉച്ചസ്ഥായിലായി. കാരണം എന്താ? മാനേജറെ വിശ്വാസമില്ല ചാർലിക്ക്. അവനത് പറയുകയും ചെയ്തു അല്ലെ. പറഞ്ഞത് മാത്രമല്ല,
കാശുമായി ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്ന മാനേജറുടെ പുറകിന് എന്താണ് ആകുലതയോടുകൂടി ടെൻഷനോടുകൂടി ചാർലിയും പോയപ്പോൾ ചിരി എന്ത് ചെയ്തു? 10 മടങ്ങായി മാറി. ആ ഹാള് മുഴുവൻ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. ഇനി എന്ത് പറ്റി? ജബ് തക് മാനേജറിനെ വഹ് പോട്ടിലി, ജബ് തക് എപ്പോൾ വരെ മാനേജര് വഹ് പോട്ടിലി ആ പൊതി മാക്കെ ഹവാലെ അമ്മയുടെ പക്കൽ, ഹവാലെ കർണ ഏൽപ്പിക്കുക എന്നാണ് കേട്ടോ. മാക്കെ ഹവാലെ നെഹിക്ക് അമ്മയെ ഏൽപ്പിക്കുന്നത് വരെ വഹ് നെഹി ലോട്ട അവൻ തിരിച്ചു വന്നില്ല. ലൗട്ടന തിരിച്ചു വരിക. അപ്പോ അവൻ തൂവാലയിൽ കാശും പൊതിഞ്ഞു പോകുന്ന മാനേജറുടെ പുറകെ ബാക്ക് സ്റ്റേജിലേക്ക് പോയി. എന്നിട്ട് മാനേജർ ആ പൊതി അമ്മയെ ഏൽപ്പിച്ചത് കാണുന്നത് വരെ അവൻ തിരിച്ചു വന്നില്ല. അമ്മയെ മാനേജർ കാശ് ഏൽപ്പിച്ചപ്പോൾ അവന് സമാധാനമായി അവൻ തിരിച്ചു വന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അവസാനത്തെ പാരഗ്രാഫ് നോക്കാം. चार्ली ने जनता में गुदगुदी फैला दी थी. उसके बाद उसने दर्शकों से बातचीत की, नृत्य किया और अपने इमाम सहित कई गायकों की नकल उतारी. मासूमियत में उसने थोड़ी देर पहले फटी माँ की आवाज और उसके फुसफुसाने की भी नकल उतार दी. लोगों में ठहाकों की हिस्सेदारी हुई और स्टेज पर जमकर पैसे बरसे. अंत में माँ जब उसे लेने आई तो दर्शकों ने देर तक खड़े होकर तालियां बजाई. कई लोगों ने माँ से हाथ मिलाकर उसके छोटे बच्चे की तारीफ की. चार्ली स्टेज पर पहली बार आया और माम आखिरी बार. दुनिया के सबसे बड़े शोमान का यह पहला शो था. उसने जन्म ले लिया था. എന്താ പറയുന്നത്? ചാർലിനെ ജനതാമേം ഗുദ്ഗുദി ഫൈലാദി ഥി. ചാർലി ജനങ്ങളിൽ ഗുദ്ഗുദി ഫൈലാദി ഥി. ഗുദ്ഗുദി ഫൈലാന ഉത്സാഹം നിറയ്ക്കുക, എന്താണ്? പൊട്ടിച്ചിരി പടർത്തുക എന്നൊക്കെ പറയത്തില്ലേ? ഗുദ്ഗുദി എന്നതിന് ഇക്കിളി എന്നൊരർത്ഥം ഉണ്ട് കേട്ടോ. നമ്മൾ ഇക്കിളി ഇടുക എന്നൊക്കെ പറയത്തില്ലേ? ഓക്കെ, അല്ല എങ്കിൽ ഉത്സാഹം നിറയ്ക്കുക എന്നൊരർത്ഥം കൂടെ ഉണ്ട്. അപ്പോ ചാർലി ജനങ്ങളിൽ ഉത്സാഹം നിറയ്ക്കുകയായിരുന്നു, അവരെ സന്തോഷഭരിതരാക്കുകയായിരുന്നു. ഉസ്കെ ബാദ് അതിനുശേഷം ഉസ്നെ അവൻ ദർശകോംസെ പ്രേക്ഷകരുമായി ഓഡിയൻസുമായി ബാത്ചീത് കി സംസാരിച്ചു. ആളുകളുമായിട്ട് അവൻ ഒത്തിരി നേരം സംവദിച്ചു. നൃത്തകിയ നൃത്തം ചെയ്തു. അവർ എന്നിട്ടോ അപ്പനി മാം സഹിത് തന്റെ അമ്മ ഉൾപ്പെടെ, സഹിത് എന്ന് പറഞ്ഞാൽ ഉൾപ്പെടെ, ഇൻക്ലൂഡിങ് എന്നാണ്. ഓക്കെ, കൈ ഗായകോങ്കി പല ഗായകരെയും നക്കലുത്താരി, നക്കലുത്താറിന അനുകരിക്കുക, ഇമിറ്റേറ്റ് ചെയ്യുക. അവൻ ആദ്യം ദർശകരുമായി പ്രേക്ഷകരുമായി സംസാരിച്ചു, നൃത്തം ചെയ്തു, തന്റെ അമ്മ ഉൾപ്പെടെയുള്ള കുറെ ഗായകരെ ഇമിറ്റേറ്റ് ചെയ്തു, മിമിക്രിയും കാണിച്ചു. ഓക്കെ, മാസൂമിയത്ത് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കത, ഇന്നസെൻസ് എന്നാണ്. നിഷ്കളങ്കതയിൽ ഉസ്നെ അവൻ തോടി ദേർ പെഹലെ കുറച്ചു നേരം മുൻപ് ഫട്ടി മാം കി ആവാസ് ഇടറിപ്പോയ അമ്മയുടെ ശബ്ദത്തെയും ഓർ ഉസ്കെ എന്നിട്ട് അമ്മയുടെ ഫുസ്ഫുസാനെ കി വി ശബ്ദം പതിഞ്ഞു പോയതിനെയും നക്കലുത്താർദി അനുകരിച്ചു. പാവാണല്ലേ, വെറും നിഷ്കളങ്കനാണ്. അമ്മയുടെ ദുഃഖം അമ്മയ്ക്കേ അറിയത്തുള്ളൂ. അമ്മയുടെ ശബ്ദം പോയി, അമ്മയ്ക്ക് പാട്ട് പാടാൻ പറ്റാണ്ട് അമ്മ ദയനീയ അവസ്ഥയിലായിരുന്നു. പക്ഷെ ചാർലി എന്ത് ചെയ്തു? നിഷ്കളങ്കനായതുകൊണ്ട്, കൊച്ചുകുഞ്ഞായതുകൊണ്ട് അവൻ അതിനെ പോലും അനുകരിച്ച ആൾക്കാരുടെ മുൻപില് അവതരിപ്പിച്ചു, പൊട്ടിച്ചിരിപ്പിച്ചു ആൾക്കാരെ. മാസൂമിയദ്മേ ഉസ്നെ നിഷ്കളങ്കതയിൽ അവൻ കുറച്ചു മുൻപ് ഇടറിപ്പോയ അമ്മയുടെ ശബ്ദത്തെയും പിന്നെ എന്താണ് പതിഞ്ഞ അമ്മയുടെ ശബ്ദത്തെ അവൻ അനുകരിച്ചു കാണിച്ചു. നക്കലുത്താറിന അനുകരിക്കുക, ഇമിറ്റേറ്റ് ചെയ്യുക. ലോഗോമേ ടഹാക്കോ കി ഹിസ്സേദാരി ഹുയി. ആളുകൾ പൊട്ടി പൊട്ടി ചിരിച്ചു. ടഹാക്ക എന്ന് പറഞ്ഞാല് അട്ടഹാസം മുഴക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അലറി അലറി ചിരിക്കണം, അത്രയും സന്തോഷം അവർക്കുണ്ടായി. ഇനി എന്ത് ചെയ്തു? സ്റ്റേജ് പർ ജംകർ പൈസേ ബർസേ. സ്റ്റേജില് വളരെ നല്ല രീതിയില് കാശും വീഴുവാൻ തുടങ്ങി. അപ്പൊ ആളുകൾ പൊട്ടി പൊട്ടി ചിരിച്ചു, അവരുടെ ചിരിയോടൊപ്പം തന്നെ സ്റ്റേജിൽ കാശും വീഴാൻ തുടങ്ങി. അന്തമേ അവസാനം മാ ജബുസേലേനെയായി അമ്മ അവനെ എടുക്കുവാൻ വന്നപ്പോൾ ദർശകോനെ പ്രേക്ഷകർ ദേർ തക് ഖഡേ വളരെ നേരം എഴുന്നേറ്റ് നിന്നുകൊണ്ട് താലിയാം ബജായി കൈയടിച്ചു. അപ്പോ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ചാർലിയെ എടുത്തുകൊണ്ട് പോകാനായിട്ട് അമ്മ വന്നപ്പോ ആളുകൾ സ്റ്റേജിൽ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. കൈ ലോഗോനെ കുറെ ആളുകൾ മാംസെ ഹാത്ത് മിലാക്കർ അമ്മയ്ക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട്, ഹാത്ത് മിലാന ഷേക്ക് ഹാൻഡ് ചെയ്യുക, ഹാത്ത് മിലാക്കർ ഉസ്കെ ചോട്ടെ ബച്ചേക്ക് താരീഫ് കി അവരുടെ
കൊച്ചു കുഞ്ഞിനെ പറ്റി താരീഫ് കർണ പ്രശംസിക്കുക. അപ്പോ ആൾക്കാര് വളരെ നേരം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. കുറെ ആൾക്കാർ അവന്റെ അമ്മയെ ഷേക്ക് ഹാൻഡ് നൽകിയിട്ട് അവരുടെ കൊച്ചുകുട്ടിയെ കുറിച്ച് പ്രശംസിച്ചു. ചാർലി സ്റ്റേജ് पर पहली बार आया था और माम आखिरी बार. ചാർലി സ്റ്റേജിൽ पहली बार ആദ്യവട്ടം ആയ വന്നു. അവർ മാ ആഖിരി ബാർ അമ്മ അവസാന വട്ടം. അതായത് അന്നത്തോടുകൂടി ഹെന്ന ഹിൽ സ്റ്റേജിൽ നിന്ന് മാറി നിൽക്കുകയാണ്. പിന്നെ അവര് സ്റ്റേജിനെ അഭിമുഖീകരിച്ചിട്ടില്ല. 5 വയസ്സ് മുതൽ തന്റെ ഫാമിലി നോക്കുന്നത് പിന്നെ ചാർലിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് അത് ചാർലിയുടെ ആദ്യ സ്റ്റേജും അമ്മയുടെ അവസാന സ്റ്റേജും ആയിരുന്നു എന്ന്, അല്ലെ? ചാർലി സ്റ്റേജ് पर पहली बार आया. ചാർലി സ്റ്റേജിൽ ആദ്യമായി വന്നു. और മാം ആഖിരി ബാർ അമ്മ അവസാന വട്ടവും. നോക്കിയേ, दुनिया के सबसे बड़े शोमान का यह पहला शो था. दुनिया के ലോകത്തിലെ सबसे बड़े शोमान का ഏറ്റവും വലിയ ഷോമാന്റെ यह पहला शो था ഇത് ആദ്യ ഷോയായിരുന്നു. उसने जन्म ले लिया था അവൻ ജനിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അവനൊരു കലാകാരൻ എന്ന രീതിയിൽ 5-ാം വയസ്സിലാണ് ജനിച്ചത്. ചാർലിക്ക് അന്ന് 5 വയസ്സുണ്ട്. പക്ഷെ ഒരു കലാകാരൻ എന്ന രീതിയിലാണ് ചാർലിയുടെ ജന്മം അന്ന് ആ സ്റ്റേജിൽ വെച്ച് ആയിരുന്നു. ഓക്കെ, അപ്പൊ ലാസ്റ്റ് പാരഗ്രാഫിൽ ഇത്രയാണ് പറഞ്ഞത്. ചാർലി ആളുകളിൽ ചിരി പടർത്തുകയായിരുന്നു, അവരെ ഉത്സാഹഭരിതരാക്കുകയായിരുന്നു. അതിനുശേഷം അവൻ പ്രേക്ഷകരോട് സംസാരിച്ചു, നൃത്തം ചെയ്തു, തന്റെ അമ്മ ഉൾപ്പെടെ കുറെ ഗായകരെ ഇമിറ്റേറ്റ് ചെയ്തു. ഇനി നിഷ്കളങ്കതയിൽ അവൻ കുറച്ചു നേരം മുമ്പ് ഇടറിപ്പോയ അമ്മയുടെ ശബ്ദത്തെയും അനുകരിച്ചിരുന്നു. ആളുകൾ അലറി പൊട്ടി ചിരിക്കുകയായിരുന്നു. അതിനനുസരിച്ച് സ്റ്റേജില് കാശും വീണുകൊണ്ടിരുന്നു. അവസാനം അമ്മ അവനെ എടുക്കാനായി വന്നപ്പോൾ ആളുകൾ എഴുന്നേറ്റ് നിന്ന് ഒരുപാട് നേരം അവനെ കയ്യടിയോടുകൂടി സ്വീകരിച്ചു. കുറെ ആളുകൾ അമ്മയ്ക്ക് ഹസ്തദാനം നൽകിക്കൊണ്ട്, ഷേക്ക് ഹാൻഡ് നൽകിക്കൊണ്ട് അവരുടെ കൊച്ചു കുഞ്ഞിനെ പ്രശംസിച്ച് സംസാരിച്ചു. ചാർലിയുടെ ഇത് ആദ്യത്തെ സ്റ്റേജും ചാർലിയുടെ അമ്മയുടെ അവസാനത്തെ സ്റ്റേജുമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഷോമാൻ അന്ന് ജനിക്കുകയായിരുന്നു. അവൻ ജനിച്ചു കഴിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ സബ്സേ ബഡാ ഷോമാൻ എന്ന് പറയുന്ന പാഠഭാഗം. വളരെ ചെറിയ പാഠമായതുകൊണ്ട് 2 പാർട്ടായിട്ട് ചെയ്യാൻ തോന്നിയില്ല. അപ്പൊ ഇച്ചിരി ലെങ്തി ആണെന്ന് അറിയാമെന്നാലും 10-ാം ക്ലാസ്സുകാരായതുകൊണ്ട് ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇനി ഒരാഴ്ച കൂടി കാത്തിരിക്കുന്നതിലും നല്ലത് ഒന്നിച്ചങ്ങ് പഠിച്ചു പോകുന്നതാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനി നോട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണുമ്പോഴേക്കും ദിസ് ഈസ് വീണ സൈനിങ് ഔട്ട് ഫ്രം വീണാസ് ലേണിംഗ് വേൾഡ്. ഗുഡ് ബൈ.